ലാസ്റ്റ് ഡേയ്സ് വർക്ക് ഇപ്പോഴും പെൻഡിങ്ങാണ്. യാ ഇറങ്ങിയിട്ടില്ല, സ്റ്റിൽ കൊച്ചിയില്ല. സി ഐ കോൾ യു ബാക്ക്. ഞാൻ പലതരം വർക്കോളിക്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭീകരമായിട്ടുള്ള വേർഷൻ ദിസ് ഇസ് ടു മച്ച് സർ. When will you understand? Work comes after life, not the otherwise. നമ്മളിത് വന്നല്ലേ ഉള്ളടാ. സൈക്കോപാത്തിക് വർക്കഹോളിക്. സൈക്കോപാത്തിക് വർക്കഹോളിക്കാ? 19 20? അതൊക്കെ എപ്പോഴേ ഫില്ലായി. നൗ 21. നീ വളരെ പുറകിലോട്ടാണ്. പാക്കിങ്ങിൽ a complete mess. അത് കൊള്ളാം. 2 ദിവസത്തെ ട്രിപ്പിൽ യു ലേൺഡ് എ ലോട്ട് അല്ലേ? 2 ദിവസത്തെ ട്രിപ്പോ? അതിൽ പകുതി നിന്റെ ഫോൺ, പകുതി നിന്റെ ലാപ്ടോപ്പ്, ബാക്കിയുള്ള സമയം ട്രാഫിക്കിന്. എന്നിട്ട് 2 ദിവസത്തെ ട്രിപ്പ് പോലും എൻ്റെ ഐഡിയ പോയി. എന്ത് ചെയ്യാം? ബോസ്, വർക്ക്സ്, ബാഡ് പാക്കിംഗ് സ്കിൽസ് ആൻഡ് മീ. നിനക്കിപ്പോഴും ഇതൊക്കെ ഒരു തമാശയാണ് സാർ. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ഉള്ളത്? ഇതൊരുമാതിരി. വെയിറ്റ്. നീ നമ്മുടെ ഫസ്റ്റ് മൂവി ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഓർത്തെടുത്ത് ഫീൽ ചെയ്യാൻ പറ്റിയ സമയമാണല്ലോ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സമയമുണ്ട്. ആൻഡ് യു ആർ വെരി ബാഡ് അറ്റ് മേക്കിംഗ് മെമ്മറീസ്. ലിസ്റ്റിലെ 22 അല്ലേ? ഓക്കെ. എടോ താന്ന് ഓർക്ക്, എനിക്ക് വേണ്ടി അവർ ഫസ്റ്റ് മൂവി ഡേറ്റ്. അന്ന് ഷേണായസിൽ ഓടിക്കേറി അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കി കണ്ട ഒരു പൊട്ട ഹൊറർ മൂവി. ആ ഫസ്റ്റ് മൂവി ഡേറ്റ് അല്ലേ? അന്ന് നീ ആ ഹൊറപ്പടം കണ്ട് പേടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് ദിസ് ഈസ് സംതിങ് ക്ലോസ് ടു മൈ ഹാർട്ട്. എന്നെൻ്റെ സെബ് പറഞ്ഞേ, നമ്മൾ ആദ്യം പോയ ഇവന്റ് അതെന്തായിരുന്നു? Are you serious, Seb? Thing number 22. Your Seb is so sweet. നിന്റെ അത്ര ഇല്ല, ആവറേജ് അല്ല ഞാൻ. Mia, I'm always concerned about our good moments. No, Seb. കുറച്ചുകൂടി സമയം ഒരുമിച്ചുണ്ടായിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. ഇതിപ്പോൾ വീട്ടുകാരും അറിയാതെ, ഫ്രണ്ട്സ് പോലും അറിയാതെ ഒരുമാതിരി കള്ള കമ്മന് കാണാൻ വരുന്ന ഫീല്. അതിനിടയ്ക്ക് നിന്റെ വർക്കും കോൾസും. I need some more time with you, Seb. Mia. It's okay, Seb. I can understand. I'll be fine. ഞാൻ ഓക്കെ ആയിക്കോളും. ഇനിയിപ്പോൾ അധികം നാളില്ലല്ലോ, കല്യാണം കടത്തില്ലേ? കല്യാണം? നീ മിണ്ടരുത്. നിനക്കൊരു സ്റ്റാൻഡ് ഇല്ല സേബ്. അല്ല മിയ, എടാ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഒരു ഇൻറ്റിമേറ്റ് വെഡിങ്. ഫ്രണ്ട്സും ക്ലോസ് ഫാമിലി മാത്രമായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ. എന്നിട്ട് ഇപ്പം എന്തായി? 1000 പേരെങ്കിലും വരുന്നുണ്ട് നമ്മുടെ കല്യാണത്തിന്. അത് നിന്റെ ഭാഗത്തുനിന്നുള്ള ആൾക്കാരും കൂടെ കൂട്ടിയിട്ടല്ല അത്ര ആയത്. എടാ ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരെ ഒന്നും വിളിക്കുന്നത് നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ്.
പിന്നെ എനിക്ക് എന്താന്ന് അവർ ചോദിക്കുന്നത്. നമ്മളുടെ പാരൻസിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവണമെന്ന് എനിക്ക് തോന്നി മിയ. ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ, ഇറ്റ്സ് ഓൺ മീ. സേബ് ഇതോടെ തീരുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ വീട്ടുകാരുടെ ഇടപെടലുകൾ? നമ്മുടെ ഒരു അറേഞ്ച് മാരേജ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പൊട്ട പെണ്ണ് കാണൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. ആൻഡ് യെസ്, ഐ എം ഗ്ലാഡ് ദാറ്റ് വി ഡിഡ് ഇറ്റ്. ബട്ട് സേബ്, എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ടാക്കണമായിരുന്നു സേബ്. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് കൂടിയില്ല. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ. അതും ഇപ്പം ഇങ്ങനെ. സേബ്, സേബ് കൈ എടുക്ക് സേബ്. വാട്ട് ഈസ് ദിസ്? ജസ്റ്റ് റിലാക്സ് മിയ. സേബ് എങ്ങോട്ടാ കൊണ്ടുപോണേ? പറയാം. സേബ് എന്താ ഇത്? കെയർഫുൾ, ജസ്റ്റ് 2 more steps. ശരിയാ, ഒരു സൈക്കോപാത്തിക് വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിനക്ക് പ്രോപ്പറായിട്ട് സമയം തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധങ്ങൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഹാക്കിങ്ങിൽ ശോകമാണ്. പക്ഷെ മിയ, നിന്നോടൊപ്പമുള്ള ഓരോ സെക്കൻഡും തീർന്നു പോകില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലൊരു ഇൻറ്റിമേറ്റ് വെഡിങ് ഒന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. But now I'm making our engagement very intimate. Only you and me. Thing number 23. Seb, you are the most romantic person I have ever dated.